വ്ലോഗിലേക്ക് സ്വാഗതം. നമ്മുടെ ഇന്നത്തെ വീഡിയോ ഒരു അൺബോക്സിംഗ് വീഡിയോ ആണ്. എല്ലാവരും തംബ്ലൈനിൽ കണ്ടിട്ടുണ്ടാകും എന്താണ് നമ്മൾ ഇന്ന് അൺബോക്സ് ചെയ്യുന്നതെന്ന്. അപ്പോൾ നമ്മൾ ഇന്നൊരു തംബ്ലൈനിൽ കണ്ട പോലെ തന്നെ നമ്മൾ ഇന്ന് ഓപ്പൺ ചെയ്യാൻ പോകുന്നത് റൈഡെക്സിൻ്റെ ഒരു ഹെൽമെറ്റിൻ്റെ വീഡിയോ ആണ്. എന്തായാലും നമുക്ക് വീട്ടിലോട്ട് പോകാം. ഞങ്ങളിപ്പോൾ നിൽക്കുന്ന കൊറിയർ ഓഫീസിലാണ്. കാരണം നമുക്ക് അവർ കൊറിയറായിട്ടാണ് ഇത് അയച്ചു തന്നത്. ഞങ്ങൾ കളക്ട് ചെയ്യാൻ വേണ്ടി വന്നതാണ്. എന്തായാലും കൂടുതൽ വിശേഷങ്ങൾ നമുക്ക് പോയിട്ട് കാണാം. ഇതാണ് നമ്മുടെ ഹെൽമെറ്റ് വന്ന ബോക്സ്. അപ്പോൾ ഇത് നമുക്ക് അയച്ചു തന്നേക്കുന്ന NN മോട്ടോർസ്പായിൽ നിന്നാണ്. ബോക്സ് ഇതാണ്. റൈഡെക്സ് എന്ന് പറഞ്ഞൊരു എംബ്ലമൊക്കെ കൊടുത്തിട്ടുണ്ട്. നമ്മുടെ ഹെൽമെറ്റിൻ്റെ സൈസും കാര്യങ്ങളൊക്കെ എഴുതിയിട്ടുണ്ട്. ഞാനിപ്പോൾ എടുത്തേക്കുന്ന മീഡിയം ടൈപ്പ് ഒരു ഹെൽമെറ്റാണ്. അതേപോലെ തന്നെ ഇവിടെ ആയിട്ട് നമ്മൾ അതിൻ്റെ റൈഡെക്സിൻ്റെ ഒരു ലോഗോയും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. അടിഭാഗത്ത് നമുക്ക് അതായത് തലയുടെ സൈസ് ഏതാണെന്ന് വെച്ചാൽ എഴുതിയിട്ടുണ്ട്. അതേപോലെ തന്നെ ഇവിടെ ആയിട്ട് നമുക്ക് എംബ്ലം കൊടുക്കുന്ന റേറ്റും കാര്യങ്ങളും ഡിസൈനും അങ്ങനെയുള്ള ഒരു സ്റ്റിക്കറൊക്കെ അവർ തന്നിട്ടുണ്ട്. എന്തായാലും നമുക്ക് അധികം വൈകുന്നില്ല, ബോക്സ് നമുക്ക് ഓപ്പൺ ചെയ്യാം. നമ്മൾ ബോക്സ് ഓപ്പൺ ചെയ്തിട്ടുണ്ട്. ബോക്സിൻ്റെ തെന്നാക്കിയുണ്ടോ നോക്കാം. ഇതാണ് നമ്മുടെ ഒരു ബാഗിൻ്റെ അകത്താണ്, ഇതിൻ്റെ അകത്താണ് നമ്മുടെ ഹെൽമെറ്റ് ഇരിക്കുന്നത്. പക്ഷേ ഈ കവർ അത്ര വലിയ സെറ്റായിട്ട് തോന്നുന്നില്ല. കാരണം മഴ ഈ കവർ നനഞ്ഞു പോകുന്നൊരു സെറ്റപ്പാണ്. അതായത് വലിയ ക്വാളിറ്റി ഒന്നും തോന്നിയിട്ടില്ല കവറിന്. എന്തായാലും നമുക്ക് ഹെൽമെറ്റ് ആകുമ്പോൾ തന്നെ എടുക്കാം. അതേ ഗൈസ്, ഇതാണ് നമ്മുടെ ഹെൽമെറ്റ്. അതായത് AVG തന്നെ സെയിം സെറ്റപ്പ് വരുന്ന, അതായത് നമ്മുടെ റൈഡെക്സിൻ്റെ ഹെൽമെറ്റ്, റൈഡെക്സിൻ്റെ പൊളാരിസിൻ്റെ ഹെൽമെറ്റാണിത്. അപ്പോൾ ഇതിൻ്റെ കൂടെ നമുക്കൊരു AGVയുടെ നമുക്ക് സ്റ്റിക്കർ കിട്ടും. അത് നമ്മൾ എക്സ്ട്രാ മേടിച്ചതാണ്. ഇതാണ് നമ്മുടെ ഹെൽമെറ്റിൻ്റെ ലുക്ക്. അതായത് പുറത്ത് നോക്കുമ്പോൾ നമ്മുടെ ഹെൽമെറ്റിൻ്റെ ലുക്കാണിത്. അതായത് നമുക്ക് അതിൻ്റെ കൂടെ തന്നെ നമുക്ക് അതിനൊരു വാറണ്ടി കാർഡും അതേപോലെ തന്നെ അവരുടെ ഒരു കീ ചെയിനും കാര്യങ്ങളൊക്കെ നമുക്ക് തന്നിട്ടുണ്ട്. ഒക്കെ നല്ല ആദ്യം തന്നെ നമുക്ക് വൈസറിൽ നിന്ന് തുടങ്ങാം. ഇതാണ് നമ്മുടെ വൈസർ. ഇത് വേഗം തന്നെ നമുക്ക് ഊരാനും അതേപോലെ നമുക്ക് ഇൻസ്റ്റാൾ ചെയ്യാനും പറ്റുന്നത് പോലെ തന്നെയാണ് അവർ സെറ്റ് ചെയ്തിരിക്കുന്നത്. അതേപോലെ തന്നെ നമുക്ക് 95% UV നിന്ന് റെസിസ്റ്റൻ്റ് ആണ്. അതേപോലെ തന്നെ ആൻറ്റി സ്ക്രാച്ച് വൈസറാണ് അവർ തന്നിരിക്കുന്നത്. പനോരമയ്ക്ക് വ്യൂവും കൂടെ തരാൻ പറ്റുന്ന നല്ലൊരു തരം ഒരു വൈസർ തന്നെയാണ് നമുക്ക് അവർ തന്നിരിക്കുന്നത്. ഇത് അഡ്വാൻസ് പോളി കാർബണേറ്റ് സിസ്റ്റം തന്നെയാണ് ഈ വൈസർ തന്നിരിക്കുന്നത്. 2 വർഷത്തിനുള്ളിൽ ഉപയോഗിച്ചിട്ട് ഇതിന് അതായത് എന്തെങ്കിലും കളർ ഫെയ്ഡോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നമുക്ക് അവർ വാറണ്ടി തന്നിട്ടുണ്ട്. 2 വർഷം നമുക്ക് വാറണ്ടി അവർ പറയുന്നുണ്ട്. ടെക്ന ബേസ്ഡ് കമ്പനിയാണ്. അതേപോലെ ഇവർ അയച്ചേക്കുന്നത് നമ്മുടെ റോയൽ ടവർ കോട്ടയം ഒന്നിടത്തേക്കാണ് ഇമ്പോർട്ട് ചെയ്തേക്കുന്നത്. ഇപ്പം ഞങ്ങൾ കൊണ്ടുപോയിട്ട് ഇവിടെ ആയിട്ടൊരു മോൺസ്റ്റാർ ഇട്ടിട്ടുണ്ട്. അതേപോലെ ഈ സൂപ്പർ പെർഫോമൻസ് എന്നുള്ളിടത്ത് ഡുവൽ പെർഫോമൻസ് എന്നാണ് ഒറിജിനൽ AUG വരുന്നത്. പിന്നെ ഇവിടെ നമ്മളിപ്പോൾ AUGയുടെ സ്റ്റിക്കറും കൂടെ ഒന്ന് ഒട്ടിച്ചിട്ടുണ്ട്. പിന്നീട് AGV ആയിട്ട് വരുന്നതെന്ന് പറയുന്ന വ്യത്യാസം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ ഈ AGVയുടെ ഇവിടെ ഒട്ടിച്ചേക്കുന്നതിൻ്റെ പകരം അവിടെ നമ്മുടെ വാലന്റീനോ റോസിയുടെ ഒരു കയ്യൊപ്പാണ് വരുന്നത്. പിന്നെ ഇത് ഡോട്ട് സർട്ടിഫിക്കറ്റ് ആണ് നമുക്ക് കിട്ടുന്നത്. അതുപോലെ ഒരു മീഡിയം 57-58 സൈസിലുള്ള ഇതാണ് ഇട്ടേക്കുന്നത്. ഇതിൻ്റെ വെയിറ്റ് എന്ന് പറയുന്നത് 1.475 ഗ്രാമാണ് വരുന്നത്. 2 എയർ വെൻറ്റ് വരുന്നുണ്ട്. ഇത് ഇവിടെ 2 എയർ വെൻറ്റ് വരുന്നുണ്ട്. ഇതാണ് എയർ വെൻറ്റിൻ്റെ ഇത്. അതേപോലെ തന്നെ നമുക്ക് ഈ മോൾ ഭാഗത്തും എയർ വെൻറ്റ് വരുന്നുണ്ട്. അതായത് ഈ സ്വിച്ചിലാണ് ഇതുണ്ട്. ഇവിടെ എയർ വെൻറ്റ് വരുന്നുണ്ട്. അതുപോലെ തന്നെ ഇപ്പർ സൈഡ് ഇവിടെ എയർ വെൻറ്റ് വരുന്നുണ്ട്. അതേപോലെ തന്നെ നമുക്ക് ഈ ബാക്ക് സൈഡിൽ നല്ല ഷേപ്പുള്ള രീതിയിൽ തന്നെ ഒരു സ്പോയിലർ കൊടുത്തിട്ടുണ്ട് ഇവിടെ. അതായത് ഇത് ഉണ്ടോ ഇവിടെ ആയിട്ടൊരു സ്പോയിലറും കാര്യങ്ങളും വരുന്നുണ്ട്. അപ്പോൾ തന്നെ ഇതിൻ്റെ ഹെൽമെറ്റിന് അത്യാവശ്യം നല്ല ലുക്ക്, ഒരു AUGയുടെ കറക്റ്റ് ലുക്ക് എന്ന് പറഞ്ഞാൽ കറക്റ്റ് ലുക്ക് വരും. പിന്നെ അതേപോലെ തന്നെ നമുക്ക് ഇവിടെ ഫിലിം ചെയ്യാവുന്നതാണ്. ഫിലിമും ചെയ്ത് ഇവിടെ പേര് മേടിക്കുവാണെങ്കിൽ അത്യാവശ്യം ഹെൽമെറ്റ് ഒരു സെറ്റാവും. അതുപോലെ തന്നെ നമ്മുടെ AGV K1 സീരീസിൽ പെടുന്ന ഒരു ഹെൽമെറ്റ് മോഡലിൽ തന്നെയാണ് ഇത് നമുക്ക് ചെയ്തിരിക്കുന്നത്. അതായത് AGV മേടിക്കാൻ പൈസ ഇല്ലാത്തവർക്ക് ഏറ്റവും സെറ്റായിട്ട് തന്നെ നമുക്ക് മേടിക്കാൻ പറ്റുന്ന, അതേപോലെ ലുക്കും കാര്യങ്ങളും എല്ലാം പക്കയായിട്ട് കിട്ടുന്ന ഒരു ഹെൽമെറ്റ് തന്നെയാണിത്. പിന്നെ ഇതിന്നിട്ട് ഞാൻ കുറച്ച് മോഡിഫിക്കേഷൻ കാര്യങ്ങളും ചെയ്തെന്ന് പറയുന്നത് ഇതേപോലെ AGVയുടെ സ്റ്റിക്കർ എംബ്ലം ഒന്ന് ചെയ്തു. അതേപോലെ തന്നെ ഇവിടെ ഒരു മോൺസ്റ്റാർ അഴിച്ചിട്ടുണ്ട്. പിന്നെ ഈ ബാക്ക് ഭാഗത്ത് AGVയുടെ സ്റ്റിക്കർ ചെയ്തിട്ടുണ്ട്. ഇത്രയും മാത്രമാണ് ഞാൻ ഇത് ചെയ്തിട്ടുള്ള AGVയുടെ, അതായത് AGV എന്ന് തോന്നിക്കാൻ വേണ്ടി ഇത് ചെയ്തെടുത്തിട്ടുള്ളൂ. പിന്നീട് എനിക്കിതിൽ ഈ വൈസറിലൊന്ന് ഫിലിം ചെയ്യാനുണ്ട്. അതേപോലെ തന്നെ ഇതിനുള്ളിൽ ബ്ലൂടൂത്തും കൂടെ സെറ്റ് ചെയ്താലൊന്നുണ്ട്. അപ്പോൾ ഇത് വാഷബിൾ ടൈപ്പാണ്. അതേപോലെ തന്നെ നമുക്കിത് ഊരിയിട്ട് ഇതിനുള്ളിൽ വേണം സെറ്റ് ചെയ്യുകയാണെങ്കിൽ സെറ്റ് ചെയ്യാം. പിന്നീട് അത് ചെയ്യുന്ന ഒരു വീഡിയോ ഞാൻ എന്തായാലും ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ നമ്മൾ ഒറിജിനൽ AVG വരുന്ന പോലെ തന്നെ 46 എന്ന് പറഞ്ഞൊരു എംബ്ലം ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇവിടെ ഒരു പൊളാരിസ് എന്ന് പറഞ്ഞായിരുന്നു ഇവിടെ കൊടുത്തിരുന്നത്. നമ്മളിവിടെ ഒരു സ്റ്റിക്കർ ചെയ്തിട്ടുണ്ട്. അതായത് ഇതിൻ്റെ സെയിം ഇത് സ്റ്റിക്കർ കിട്ടാത്തതുകൊണ്ട് നമ്മളൊരു ബ്ലാക്ക് ഇത് കൊടുത്തിട്ട് അതിൻ്റെ മുകളിലായിട്ട് നമ്മൾ ഒരു മോൺസ്റ്ററിൻ്റെ ഇത് ഒട്ടിച്ചിട്ടുണ്ട്. അപ്പം ഇതേ സെറ്റപ്പിൽ തന്നെയാണ് നമ്മുടെ AVGയും വരുന്നത്. ഇത് വരുന്നത് ഡബിൾ ഡിയറിംഗ് ആണ്. അതായത് 4600 എന്ന പ്രൈസിൽ ഡബിൾ ഡിയറിംഗ് എന്ന് വരുന്നത് തന്നെ ഒരു അത്യാവശ്യം നല്ലൊരു ഇത് തന്നെയാണെന്ന് തോന്നുന്നു. അതായത് പ്രൈസിന് നമുക്ക് കറക്റ്റായിട്ട് നിൽക്കുന്ന രീതിയിൽ തന്നെയാണ് നമുക്ക് ഈ ഹെൽമെറ്റ് തന്നിരിക്കുന്നത്. ഇത് അതേപോലെ തന്നെ ഇതൊരു വിയറ്റ്നാം കമ്പനി ബേസ്ഡ് ഹെൽമെറ്റാണ്. ഈ ഹെൽമെറ്റിന് ലൈറ്റ് വെയിറ്റ് ആണ്. ആകെപ്പാട് വരുന്നത് 1.4 ഗ്രാം, അതായത് 1 കിലോ 400 ഗ്രാം അടുത്ത ഈ ഹെൽമെറ്റിന് വെയിറ്റ് വരുന്നുള്ളൂ.
അതുകൊണ്ട് ഈ ഷെല്ലിൻ്റെ ഇത് മുമ്പ് അഡ് സ്മോക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു, അതായത് ചുറ്റിയ കൊണ്ട് ഇത് ബ്രേക്ക് ചെയ്യുന്നതുണ്ടായിരുന്നു. പക്ഷേ അതിനകത്ത് അത് ഫെയിൽ ആയിട്ടുണ്ട്. അപ്പം ആ വീഡിയോ നിങ്ങളൊന്ന് കാണാത്തവരുണ്ടെങ്കിൽ അതൊന്ന് കണ്ടു നോക്കുക. അതിനകത്ത് പറഞ്ഞിട്ടുണ്ട് ഇതിൻ്റെ ഷെല്ലിൻ്റെ ക്വാളിറ്റി. ഡ്യൂക്ക് സനൽ എന്ന് പറയുന്ന ഒരു ആളുടെ വീഡിയോയ്ക്കകത്ത് നമ്മൾ കണ്ടതാണ്. പുള്ളിയുടെ അതിനകത്ത് ഇതേപോലെ തന്നെ ഒരു റോയൽ മെക്ക് എന്ന് പറയുന്ന ഒരു കടയിൽ നിന്നും പുള്ളിക്കാരൻ അതായത് ഒരു വ്ലോഗ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം അവിടെ നിന്ന് ഏറ്റവും കാരണം ഈ 4,600 ഹെൽമെറ്റ് 3 റേറ്റ് കുറച്ച് കൊടുക്കുന്നത് കാരണം പിന്നീട് ആ പുള്ളിക്കാരൻ ആ വീഡിയോ അത് ഡിലീറ്റ് ചെയ്യേണ്ടി വന്നു. ആ സമയത്ത് ഞാനത് എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു, അതായത് ആ കടയുടെ നമ്പർ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഞാനിപ്പോൾ അവരുമായിട്ട് കോൺടാക്ട് ചെയ്തായിരുന്നു. അപ്പോൾ അവർ പറഞ്ഞത് നമുക്ക് റേറ്റ് കുറച്ച് തരാം, അതായത് ഈ സെയിം ഹെൽമെറ്റ് 4 രൂപയ്ക്ക് തരാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇതിൻ്റെ അതായത് ഈ യെല്ലോ ഷേപ്പ് അല്ല, അതായത് ഇതിൻ്റെ പേര് ഹോട്ട് ലെമൺ അതായത് ഹോട്ട് ലെമൺ എന്നാണ് ഇതിൻ്റെ പേര്, ഈ റൈഡക്സിൻ്റെ ഈ ഹെൽമെറ്റിൻ്റെ പേര്. പക്ഷേ നമുക്ക് ആ പുള്ളിക്കാരൻ അന്ന് അയച്ചു തന്നത്, അതായത് റോയൽ മെക്കിൽ നിന്ന് നമുക്ക് അവർ അയച്ചു തന്ന ഹെൽമെറ്റ് അത് ഇതിൻ്റെ റെഡ് ഈ യെല്ലോ വരുന്നതിൻ്റെ പകരം റെഡ് വരുന്ന ഒരു പോർഷനാണ് അയച്ചു തന്നത്. അപ്പം അതുകൊണ്ട് എനിക്കതൊരു ഇതായിട്ട് തോന്നിയില്ലാത്തതുകൊണ്ടാണ് പിന്നെ ഞാൻ 4,300 കൊടുത്ത് നമ്മുടെ NN മോട്ടോസ്പാ എന്ന് പറയുന്ന അവിടെ നിന്നും ഹെൽമെറ്റ് എടുത്തത്. അപ്പോൾ അതേപോലെ തന്നെ രണ്ടെണ്ണത്തിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ ഇതിൻ്റെ ലിങ്ക് കൊടുത്തേക്കാം, അതായത് മോട്ടോസ്പായുടെയും അതേപോലെ തന്നെ നമ്മുടെ റോയൽ മെക്ക് എന്ന് പറയുന്ന കടയുടെയും ലിങ്ക് കൊടുത്തേക്കാം. നമ്മുടെ കുറേ കൂട്ടുകാർ ചോദിച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇതേപോലെ ഏറ്റവും ഇതിലും കൂടുതൽ കുറച്ചുള്ള റേറ്റിൽ ഏതെങ്കിലും കടയിൽ ഹെൽമെറ്റ് നിങ്ങൾ മേടിക്കുക അല്ലെങ്കിൽ കൊടുത്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അതിൻ്റെ ഇതും കൂടെ ഒന്ന് കമൻറ്റ് ചെയ്തേക്കുക. അതായത് നമുക്കിപ്പോൾ ഉപകാരപ്പെട്ടില്ലെങ്കിൽ നമ്മൾ ഹെൽമെറ്റ് മേടിച്ചാലും ഇനി അതേപോലെ മേടിക്കുക ആഗ്രഹിക്കുന്ന ആർക്കെങ്കിലും കമൻറ്റ് ബോക്സിനാണ് നിങ്ങൾ പറയുന്ന കടയിൽ നിന്ന് മേടിക്കാം. പക്ഷേ എനിക്ക് തോന്നുന്നില്ല ഇത്രയും റേറ്റ് കുറച്ച് കൊടുക്കുന്ന 2 കടകളുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പം നമുക്ക് കൂടിപ്പോയിട്ടുണ്ടെങ്കിൽ മാക്സിമം ഡെലിവറിയുടെ ഒരു 100 രൂപ കൂടുതൽ പോകും, അത് മാത്രമേ നമുക്ക് കയ്യിൽ നിന്ന് പോകുന്നുള്ളൂ. അപ്പം ഇത്രയൊക്കെയാണ് നമുക്ക് ഈ ഹെൽമെറ്റിനെ പറ്റി പറയാനുള്ളത്. എന്താണെന്ന് പറഞ്ഞാൽ നമ്മുടെ ബഡ്ജറ്റിനനുസരിച്ച് നമുക്ക് 5 രൂപ എന്ന റേറ്റിന് താഴെ നമ്മൾ ഹെൽമെറ്റ് മേടിക്കുക ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ഒന്നെങ്കിൽ റൈഡക്സോ അതേപോലെ തന്നെ ആക്സർ തുടങ്ങിയ മോഡലുകളായിരിക്കും. ഇപ്പോൾ അത്യാവശ്യം നല്ല അപ്ഗ്രേഡ് നല്ല സെറ്റായിട്ട് നിൽക്കുന്ന ഹെൽമെറ്റുകൾ ഈ 2 അപ്പോൾ നമുക്ക് ഒരു 4,500 എന്ന പ്രൈസിൽ കിട്ടുന്ന ഏറ്റവും നല്ല ബെസ്റ്റ് ഹെൽമെറ്റ് തന്നെയാണ് റൈഡക്സിൻ്റെ. അപ്പോൾ ഇതിൻ്റെ കൂടുതൽ വിവരങ്ങൾ നമ്മൾ അതായത് ഉപയോഗിച്ചിട്ട് നിങ്ങൾ കമൻറ്റ് ബോക്സിൽ ഇടുവാണെങ്കിൽ ഒരു 4 മാസത്തിന് ശേഷം ഞാൻ വീണ്ടും ഒരു വീഡിയോ കൂടി ചെയ്യുന്നത് റിവ്യൂ വീഡിയോ കൂടി ചെയ്യുന്നതാണ്. അപ്പം ഇന്നത്തെ വീഡിയോ എല്ലാ കൂട്ടുകാർക്കും ഇഷ്ടമായെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ ഇഷ്ടമായെങ്കിൽ വ്ളോഗ് ഒന്ന് ലൈക്ക് ചെയ്തേക്കുക. ഇന്നത്തെ വീഡിയോ നമ്മളിവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. നമുക്കിനി അടുത്തൊരു വ്ളോഗിൽ കാണാം. അപ്പോൾ അതുവരേക്കും ബൈ.